പ്രിയപ്പെട്ടവരെ, നമ്മൾ പുറപ്പാട് പുസ്തകം, ബൈബിളിലെ 2-ാം പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 34-ാം അധ്യായം 24 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, വർഷത്തിൽ 3 തവണ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ പുരുഷന്മാരെല്ലാവരും ഹാജരാകണം. 24-ാം വാക്യം, ഇങ്ങനെ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ ഹാജരാകാൻ നിങ്ങൾ പോകുമ്പോൾ ആരും നിങ്ങളുടെ ഭൂമി കൈവശമാക്കാൻ കൈയടക്കാൻ ശ്രമിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ വാക്യങ്ങൾ വെറുതെ അല്ലല്ലോ ബൈബിളിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അത് ഇതുപോലാണ്. അതുകൊണ്ട് നമ്മളുടെ വിശുദ്ധ ദിവസങ്ങൾ ഏതാണ്? വിശുദ്ധ ദിവസം എല്ലാ ആഴ്ചയും ഉണ്ടല്ലോ, ഞായറാഴ്ച വിശുദ്ധ ദിവസമാണ്. കർത്താവിനെ ആരാധിക്കാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ അതിന് വിശുദ്ധ കുർബാന, ആരാധന, അതുമാത്രമല്ല പിന്നെ പ്രാർത്ഥന യോഗങ്ങളും കൂട്ടങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം വിശുദ്ധമായ കൂട്ടങ്ങളാണ്, കൂട്ടായ്മകളാണ്, ആ യോഗങ്ങളാണ്. ഇവയിലെല്ലാം നിർബന്ധമായി നമ്മൾ പങ്കെടുക്കേണ്ടതാണ്. പൂർണ്ണമായിട്ടും കുർബാന കഴിയുമ്പോൾ അവസാനം വരെ നമ്മൾ ആശീർവാദം കൊടുത്ത് കൈമുത്തും കൊടുത്ത് നമ്മൾ അങ്ങനെ വിടുന്ന വൈദികൻ വിടുമ്പോൾ വരെയും അതുവരെയും അവിടെ കാണേണ്ടതാണ്. അത് പങ്കെടുക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഈ വാക്യങ്ങളനുസരിച്ച് അത് മനസ്സിൽ ധ്യാനിക്കണം. 3 തവണ നിങ്ങൾ ഹാജരാകണം. ഇങ്ങനെ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ ഹാജരാകാൻ നിങ്ങൾ പോകുമ്പോൾ 24-ാം വാക്യം, ആരും നിങ്ങളുടെ ഭൂമി കൈയടക്കുകയില്ല. ആരും അവിടുത്തെ വിളവുകളോ ഭവനങ്ങളോ കവർച്ചയ്ക്കോ ആരും വരികയില്ല. അതുകൊണ്ട് ഭവനത്തിൽ ആരും എങ്കിലും ഒന്നും വേണ്ടായോ എന്നും പറഞ്ഞുകൊണ്ട് ആരും അവിടെ ഇരിക്കേണ്ട, എല്ലാവരും കൂടെ ആ പോട്ടത്തെ. ഇന്നിപ്പം പൂട്ടിക്കെട്ടിക്കൊണ്ട് പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ ഇല്ലാത്തവർക്കും ദൈവദൂതന്മാർ അവിടെ കാവലായിരിക്കും. ഒരു ദോഷവും സംഭവിക്കുകയില്ല. കാരണം കർത്താവിൻ്റെ നിർദ്ദേശമാണിത്. നിങ്ങൾ അങ്ങനെ പോകണമെന്നുള്ള കമാൻഡ് ആണ്, ആജ്ഞയാണ്. അതുകൊണ്ട് ഒരിക്കലും അതിന് ദോഷം സംഭവിക്കില്ല. പക്ഷേ ഒരു കാര്യം, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ദൈവമായിട്ടുള്ള പൂർണ്ണ വിധേയത്വത്തോടും കൂടി വേണം ഇതിൽ പങ്കെടുക്കാൻ. അല്ലാതെ പകുതി ഇവിടെയും പകുതി മനസ്സിവിടെ, അയ്യോ എൻ്റെ വീട്, എൻ്റെ ഭൂമി, എൻ്റെ അല്ലെങ്കിൽ എൻ്റെ റബ്ബർ വെട്ട്, അയ്യോ ഇന്ന് എങ്ങനെ കളഞ്ഞിട്ട് പോയാൽ എത്രയും വേഗം ഓടിപ്പോവാം, ഇങ്ങനെയുള്ള വിചാരത്തിലുള്ള ചഞ്ചല മനസ്ഥിതിയോടെ പോകുന്നവർക്ക് ആപത്തേ ഉള്ളു. അല്ലാതെ വേറൊന്നും സംഭവിക്കില്ല, ആപത്ത് തന്നെയാണ് അതിന്. എന്നിട്ട് ദൈവത്തെ കുറ്റം വേണം, ഞാൻ അവിടെ പോയിട്ട് എനിക്കിങ്ങനെ വന്നെന്ന്. അതുകൊണ്ട് ഈ വാക്യത്തിന് ബൈബിളിലോ ദൈവത്തിനെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. ഇതിങ്ങനെ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണ ആരാധനാ മനോഭാവത്തോടുകൂടി വിധേയത്തോടുകൂടി പോയാൽ തീർച്ചയായും ഇത് സന്തോഷമായിട്ട് നന്മയായിട്ട് ഭവിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിശുദ്ധ യോഗങ്ങൾ, ഞായറാഴ്ച ഉൾപ്പെടെയുള്ള ഞായറാഴ്ച എല്ലാ കാര്യങ്ങളും അതിൽ മുടക്കം വരുത്തരുത്.